റിജിൽ മാക്കുറ്റി ഇപ്പോൾ കെ രമ പറയുന്നത് സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകും എന്നുള്ളതാണ്. കൂടുതൽ പേരെ പ്രതി ചേർക്കേണ്ടതുണ്ട് എന്നൊരു വിലയിരുത്തലാണ് RMPക്കും ഉള്ളത്. അതേസമയം മേൽക്കോടതി ഉണ്ടല്ലോ എന്ന് CPM നേതാക്കളും പ്രതികരിക്കുന്നു. ഇന്ന് EP-യുടെ പ്രതികരണം കണ്ടല്ലോ. CPM അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് ആവർത്തിക്കുകയാണ് EP ജയരാജനെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ. വടകരയിൽ ഏത് രൂപത്തിലാണ് ഇത് പ്രതിഫലിക്കാനിരിക്കുന്നത്? പ്രതിഫലിക്കുമെന്ന് രമ പറയുന്നു. പക്ഷേ കെ ശൈലജയ്ക്ക് ഉള്ള വലിയ ജനപിന്തുണ അറിയാവുന്നതാണ്. അവിടെ ഏറ്റവും ശക്തിയായ സ്ഥാനാർത്ഥിയായി ശൈലജ എത്തുമ്പോൾ ഈ വിഷയമല്ല അവിടെ ചർച്ചയാവുകയെന്ന് ശൈലജയും പറയുകയാണ്. ശ്രീമതി സ്മൃതി, യഥാർത്ഥത്തിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ആ പ്രതികൾ, പ്രത്യേകിച്ച് വിചാരണ കോടതി ശിക്ഷിക്കപ്പെട്ട് അതിനകത്ത് ഒഴിവാക്കപ്പെട്ട 2 പ്രതികൾക്ക് കെ കൃഷ്ണനും ജ്യോതി ബാബുവിനെയും ജീവപര്യന്തം ശിക്ഷിക്കുകയും ഈ പ്രതികളായി ശിക്ഷിക്കപ്പെട്ടവർക്ക് അവരുടെ ശിക്ഷ വീണ്ടും വർദ്ധിപ്പിച്ചുകൊണ്ട് പരോള് പോലും കൊടുക്കാതെ കടുത്ത ശിക്ഷ കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകണം. യഥാർത്ഥത്തിൽ ഇത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കിട്ടേണ്ട ഒരു കുറ്റകൃത്യമാണെന്ന സമയത്ത് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു കൊലപാതകം നടന്നിട്ട് ഇന്നും കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സിൽ, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിനകത്ത് TPയുടെ കൊലപാതകം ഇന്നും ഒരു വേദനയോടെ ഓർമ്മിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ആ കൊലപാതകത്തിന് നേതൃത്വപരമായി പങ്കുവഹിച്ച, ആ കൊലപാതകത്തിൻ്റെ മാസ്റ്റർ ബ്രെയിനായി പ്രവർത്തിച്ച TP കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന കൊലയാളി ശിക്ഷിക്കപ്പെട്ട്, കോടതി ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ നിന്ന് മരിച്ചു. ആ ജയിലിൽ നിന്ന് മരിച്ച ആ കൊലയാളി മരിച്ചപ്പോൾ ഈ പറയുന്ന ശൈല ടീച്ചർ എന്ന് പറയുന്ന ടീച്ചറമ്മ എന്ന് പറയുന്ന വളരെ ആവേശത്തോടു കൂടി ടീച്ചറമ്മ എന്നൊക്കെ വിളിച്ചു പറയുന്ന ആ ഇന്നത്തെ വടകര സ്ഥാനാർത്ഥിയും അന്നത്തെ മന്ത്രിയും പറഞ്ഞത്, അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് പറഞ്ഞത്, എതിർക്കപ്പെടുന്നവർ പോലും അംഗീകരിക്കാൻ ധീരത എന്നാണ് ഈ കുഞ്ഞനത്തിനെ കുറിച്ച് വിശദീകരിക്കുകയും വലിയ രൂപത്തിൽ അനുശോചന കുറിപ്പ് അവരുടെ മുഖപുസ്തകത്തിലൂടെ അവർ എഴുതുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശൈല ടീച്ചർ എന്ന് പറയുന്ന ടീച്ചറമ്മ എന്ന് വിശേഷിപ്പിക്കുന്ന ആ അവരുടെ മനസ്സ് 51 വിട്ടുവെട്ടി മുഖത്ത് ഒരു മുഖം പോലും വികൃതമാക്കി ചന്ദ്രശേഖരൻ്റെ അമ്മയ്ക്കോ ചന്ദ്രശേഖരൻ്റെ ഭാര്യയായ വിധവയായ കെ രമ ഇപ്പോൾ MLA ആണ്, അവർക്കോ ആ മുഖത്തൊരു അന്ത്യചുംബനം പോലും കൊടുക്കാൻ സാധിക്കാതെ ഏറ്റവും മൃഗീയമായി കൊലപ്പെടുത്തിയിട്ടുള്ള കേസിനകത്തെ ഒരു കൊലയാളി, ആ കൊലയാളി ചത്തപ്പോൾ അയാളെ ധീരൻ എന്ന് പറഞ്ഞ ശൈല ടീച്ചറുടെ മനസ്സ് വടകരയിലെ ജനത കാണുമെന്ന സംബന്ധിച്ച് ഒരു തർക്കമില്ല. തീർച്ചയായും ആ കൊലപാതകത്തിന് ശേഷം വടകരയിൽ CPM ജയിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അത്തരത്തിൽ ആ കൊലയാളികളെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തത് പാർട്ടിയാണ്. ഇക്കാലം അത്രയും ആ കൊലയാളികൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് എത്രയോ അനുഭവങ്ങൾ ശ്രീമതി സ്മൃതി നമ്മുടെ മുമ്പിലില്ലേ. ആ കേസിനകത്തെ ഒരു കൊലയാളിയായ പ്രതി, ശിക്ഷിക്കപ്പെട്ട പ്രതി കിർമാണി മനോജ്, അയാളെ കഴിഞ്ഞ 2-3 മാസം മുമ്പ് അയാളെ പിടിച്ചു കൊണ്ടുപോയത് എവിടെ നിന്നറിയാം? പരോളിൽ ഇറങ്ങിയതിന് ശേഷം വയനാട്ടിൽ പോയി ഗുണ്ടാ തലവന്മാരുടെ സമ്മേളനത്തിൽ ലഹരി മരുന്ന് പാർട്ടി നടത്തി. ആ പാർട്ടിക്കടയിലാണ് ഈ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഈ കൊലയാളിയായ കിർമാണി മനോജിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ കാണുന്നു. എത്ര ലാഘവത്തോടു കൂടിയാണ് ലാഘവത്തോടു കൂടിയാണ് ഈ പ്രതികളെ പോലീസും അതോടൊപ്പം തന്നെ കോടതി ജയിലിൽ നിന്നും അവർക്കുള്ള സഹായം ലഭിച്ചത് എന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അതിനകത്ത് മറ്റൊരു പ്രതി കിർമാണി കൊടിസുനി എന്ന് പറയുന്ന സുനി, അയാൾ അവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു, ജയിലിൽ കടന്ന് കള്ളക്കടത്ത് നടത്തുന്നു, ലഹരിക്കടത്ത് നടത്തുന്നു, അതുമായി ബന്ധപ്പെട്ട കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അവിടെ ജയില് ഇവർക്ക് മണിയറ പോലും സൃഷ്ടിച്ചു കൊടുക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടില്ലേ. അപ്പോൾ ഈ കൊലയാളികളെ എല്ലാ തരത്തിലും സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ആരാണ്? CPM ആണ്. ഇപ്പോൾ ജയരാജൻ പറയുന്നത് അവർ പ്രതികളല്ല എന്ന്. അവർ പ്രതികളല്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവർ CPM അനുഭാവികളാണെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 14ാം കേരള നിയമസഭയിൽ 11ാം സമ്മേളനം നടക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ MLA ആയിട്ട് ശ്രീ M ഷംസുദ്ദീൻ ചോദിച്ച ചോദ്യമുണ്ട്, TP ചന്ദ്രശേഖരൻ വധക്കേസിൽ എത്ര പ്രതികളെ ശിക്ഷിച്ചിട്ടുണ്ട്, അവർ ആരെല്ലാമാണെന്നും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണെന്നും വിശദീകരിക്കാമോ? അതിൽ മുഖ്യമന്ത്രി പറയുന്ന കാര്യം എങ്ങനെയാണ്? CPM അനുഭാവികളായ 12 പ്രതികളെ ശിക്ഷിച്ചിട്ടുണ്ട്. പ്രതികളുടെ പേര് വിവരങ്ങൾ ചുവടെ ചേർക്കുന്നു. ആ പ്രതികളാണ് അനൂപും മനോജ് കുമാറും NK സുനിൽകുമാർ എന്ന് പറഞ്ഞ കൊടിസുനിയും TK രജീഷും KK മുഹമ്മദ് ഷാഫയും സിജിത്തും അണ്ണൻ സിജിത്തും K ഷിനോജും KC രാമേന്ദ്രനും മനോജും ടൗസർ മനോജും. അത് പഴയ കഥ റിജിൽ മാക്കുറ്റി. ഇപ്പോൾ പ്രതിചേർക്കപ്പെട്ട ഹൈക്കോടതി പ്രതിചേർത്ത 2 പേർ CPM അനുഭാവികളല്ല, CPM നേതാക്കൾ തന്നെയാണ്, പ്രാദേശിക നേതാക്കൾ തന്നെയാണല്ലോ. അവർക്കടക്കമാണ് ജീവപര്യന്തം കോടതി വിധിച്ചിരിക്കുന്നത്. അതിലേക്ക്
അതെ, ഇപ്പം വിചാരണ കോടതി ഒഴിവാക്കിയ ശിക്ഷിക്കപ്പെട്ടവർ CPM-ന്റെ വളരെ അറിയപ്പെടുന്ന നേതാക്കന്മാരാണ്. കൃഷ്ണൻ, അതോടൊപ്പം തന്നെ ജ്യോതിർ ബാബു, ഇവർ പാർട്ടിയുടെ കൃത്യമായി ഭാരവാഹിത്വം വഹിക്കുന്നവരാണ്, പാർട്ടിയുടെ ഇത്തരം ഓപ്പറേഷൻ നടത്തുന്നവരാണ്. അത്തരത്തിൽ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ടാണ്, പ്രത്യേകിച്ച് പാനൂരിൽ കിടക്കുന്ന കുഞ്ഞനന്ദൻ, വടകരയിൽ കിടക്കുന്ന ചന്ദ്രശേഖരനെ കൊല്ലാൻ കുഞ്ഞനന്ദനും ചന്ദ്രശേഖരനും തമ്മിൽ എന്ത് പ്രശ്നമാണുള്ളത്? അതിർത്തി തർക്കമോ വ്യക്തിവൈരാഗ്യമോ ഉണ്ടോ? ഈ പറയുന്ന പ്രതികളാക്കപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട കൊലയാളികൾ, 51 മുഖത്ത് വെട്ടിന് നേതൃത്വം കൊടുത്ത ഈ കൊലയാളികൾ, ഈ മനുഷ്യമൃഗങ്ങളെ ട്രെയിൻ ചെയ്ത് അവിടെ എത്തിച്ചത് ആരാണ്? ഈ മനുഷ്യമൃഗങ്ങൾ യഥാർത്ഥത്തിൽ ആരും പറയാതെ ചന്ദ്രശേഖരനെ കൊല്ലാൻ വരുമോ? ഈ കൊലയാളികൾക്ക് ചന്ദ്രശേഖരനുമായി അതിർത്തി തർക്കമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നവുമില്ലല്ലോ. അപ്പൊ പാർട്ടിയുടെ ഉന്നത നേതൃത്വം, കണ്ണൂരിലെയും കോഴിക്കോടെയും ഉന്നത നേതൃത്വം ആലോചിച്ച് ഉറപ്പിച്ച് വർഷങ്ങളെടുത്ത 1-2 3 തവണ ഇതുപോലെ അറ്റംപ്റ്റ് നടന്നിരുന്നു. ഭാഗ്യം കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. ആ അവസാനം വളരെ കൃത്യമായി ആലോചിച്ചുറപ്പിച്ചാണ് ഈ കൊലപാതകം നടത്തിയത്. പാർട്ടിയുടെ ഉന്നത നേതൃത്വം, മോഹനൻ മാസ്റ്റർ ഉൾപ്പെടെ ഈ കേസിനകത്ത് ശിക്ഷിക്കപ്പെടേണ്ട ആളാണ്. സാങ്കേതികപരമായി നമുക്കറിയാം, മഹാത്മാഗാന്ധിയെ കൊന്ന കേസിനകത്ത്, ഗൂഢാലോചന കേസിനകത്ത് പ്രതിയാണ് സർവർക്കർ. പക്ഷേ ആ ഗൂഢാലോചന തെളിയിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് സർവർക്കർ രക്ഷപ്പെട്ടു പോയത്. അതോടൊപ്പം തന്നെ ഈ ഗൂഢാലോചന ഇനിയും അന്വേഷണം നടത്തി കഴിഞ്ഞാൽ, ഉന്നതമായ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ, ഈ മോഹനൻ എന്ന് പറയുന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടറി, അയാൾ ഉൾപ്പെടെ ഈ കേസിനകത്ത് പ്രതിയേർക്കപ്പെട്ട് അയാൾക്കും യഥാർത്ഥ ശിക്ഷ ലഭിക്കും. അതുകൊണ്ട് തന്നെയാണ് TP കേസിനകത്തെ ശിക്ഷയുമായി ബന്ധപ്പെട്ടതിന് ശേഷവും അവരുടെ കുടുംബാംഗങ്ങളും അതോടൊപ്പം പാർട്ടിയും RMPയും സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് പറയുന്നത്. EP ജയരാജൻ പറഞ്ഞതാണ് നിരപരാധികളാണെന്ന്. എവിടെയാണ് നിരപരാധികൾ? ഈ പ്രതികളോട് ഇവർ കാണിച്ച, ഒരു മിനിറ്റ് സ്മൃതി, ഇവരോട് കാണിച്ച ട്രീറ്റ്മെന്റ് എന്താണ്? ഇവരോട് സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു? ഷാഫി എന്ന് പറയുന്ന കൊലയാളി, അയാൾ കല്യാണം കഴിക്കും. ഇപ്പൊ ശ്രീമതി രമ സൂചിപ്പിച്ചു, കല്യാണം കഴിക്കാൻ അവർക്ക് മറ്റ് സൗകര്യങ്ങൾ, പരോള്, ഒരു വർഷക്കാലം എത്ര ദിവസമാണ് നിങ്ങൾ അവരുടെ ജയിലിൽ നിന്ന് അവരുടെ ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കുമ്പോൾ തീർച്ചയായും അതിന്റെ കണക്കുകൾ തന്നെ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ വരാം റിജിൽ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.